പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു തനി നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇതിനു വേണ്ടി ഞാനിതാ ഒരു കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും വിനേഗറൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത്, ഞാനിവിടെ 1 ടീസ്പൂൺ 2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു തനി നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ്, എനിക്ക് കുരുമുളകിൻ്റെ എരിവാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലി പൗഡർ കുറച്ച് കുരുമുളകിൻ്റെ എരിവ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഇനി അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 വെളുത്തുള്ളി മൂവാനായിട്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പെരക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫോളോ ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത്, ഇവിടെ ഞാനൊരു 5 6 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കറിവേപ്പിലൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെയാണ് എനിക്ക് അത്ര വേണ്ടായിരുന്നു തോന്നിയത്. ഞാൻ കരുതി ഒത്തിരി തവണ കുക്കർ വിസിലടിക്കേണ്ട കാരണം അഥവാ അടിക്ക് പിടിച്ച് പോകണ്ടെന്ന് വെച്ച് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ. 1/2 ഗ്ലാസ് ഒന്നും ചേർക്കണ്ട. അഥവാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇതാ ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ എടുത്തിട്ട് സമയത്ത് കണ്ടതാണ്. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഞാനത് മൊത്തം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേ തന്നെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. 1/4 ഗ്ലാസ് വെള്ളം തന്നെ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വഴറ്റിയെടുക്കുകയാണ്. തേങ്ങാക്കൊത്തും കൂടെ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1 ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ഉള്ളി വഴറ്റിയെടുക്കാം. 1 ഉള്ളി നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാതെ വയ്യ. ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആയതിന് ശേഷം ഞാൻ ഈ ബീഫിൻ്റെ കഷ്ണം 2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ഒട്ടും തലയില്ലായിരുന്നു. എൻ്റെ കുരുമുളകിന് എരിവ് കുറവായിരുന്നു തോന്നുന്നു. അത് കാരണം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വഴന്ന് കഴിയുന്ന സമയത്ത് തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതൊന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനിടക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റുന്ന സമയത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഞാൻ മുന്നേ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നതാണ്, വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കറിവേപ്പില ചേർത്ത് കൊടുത്തോട്ടോ. ഇന്ന് നന്നായിട്ട് കറിവേപ്പില ചേർത്തുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒത്തിരി കറിവേപ്പില വാരി തൂകി ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതാ വെളിച്ചെണ്ണയും കൂടെ തൂകി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആറ്റി കൊടുത്തു. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഉള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തും അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള റെസിപ്പികൾ ഇനിയും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീണ്ടും കാണാം.